സർപ്രൈസ് വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ സർപ്രൈസ് വീഡിയോന്റെ ഏറ്റവും ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും അതിമനോഹരമായ മുഹൂർത്തം എന്ന് പറയുന്നത് എന്താണോ? ആ ഫസ്റ്റ് ഇംപ്രഷനാണ്. ഭർത്താവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയെ കാണുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു കാട്ടിക്കൂട്ടലാണ് ഏറ്റവും മനോഹരമായതും രസകരമായതും കേട്ടോ. എനിക്ക് ജൂൺ പകുതിയാകുമ്പോഴേ വരാൻ പറ്റുന്നത്. ഇവിടെ ഭർത്താവ് പറയുന്നു എനിക്ക് ജൂൺ പകുതി ആകുമ്പോഴേ ലീവ് കിട്ടുള്ളൂ, അപ്പോഴേ വരുള്ളൂ എന്നുള്ളത്. പക്ഷെ അതിന്റെ മുന്നെയാണ് ഭാര്യയുടെ ബർത്ത്ഡേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കൊടുത്തതുണ്ട് മൂപ്പര്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? ഈ ഭൂമിയിൽ മനോഹരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത്. നമുക്ക് അവസാന കാലത്ത് നമ്മുടെ ഭാര്യയെ കൂട്ടിനുണ്ടാവുള്ളൂ, അല്ലാതെ നമ്മളെ കൂടപ്പുറപ്പുകളോ അല്ലെങ്കിൽ മറ്റു ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ മക്കൾ പോലും ഉണ്ടാവില്ല. അവർ അവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഭാര്യ ഭർത്താവ് നല്ല രീതിയിലാണെങ്കിൽ അവരെ കൂട്ടിനുണ്ടാവുകയുള്ളൂ. പിന്നെ ഈ സർപ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഈ ഒരു സർപ്രൈസ് ഇഷ്ടമല്ല കേട്ടോ. അവർ പറയും പെട്ടെന്ന് കാണുമ്പോൾ ഷോക്കാവും, മരണം വരെ സംഭവിക്കാം എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറയുക, ജീവിതത്തിൽ ഇതേപോലുള്ള മുഹൂർത്തങ്ങൾ വേണം എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ അറിയോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം കൂടുതൽ അടുക്കുകയാണ്. അതിനിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ ഞാൻ ഈ സർപ്രൈസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. അത് ഭാര്യയ്ക്ക് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാം, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് കൊടുക്കാം, അതേപോലെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കാം. ഈ സർപ്രൈസ് പേഴ്സണലി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലുത് എന്താ പറയുക, ബന്ധങ്ങൾ കൂടുതൽ അടുപ്പിക്കും എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളൊക്കെ അകലുന്ന ഈ ഒരു കാലത്ത് ഇതേപോലുള്ള കാഴ്ചകൾ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബന്ധങ്ങൾ കൂടുതൽ അടുപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക.